Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിംഗ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചുലയ്ക്കുന്നു കേരള സർവകലാശാലയിൽ ഗവർണറും VC-യും ഒരു തട്ടിലും സിൻഡിക്കേറ്റും രജിസ്ട്രാറും മറുതട്ടിലുമായി തുടരുന്ന പോരാട്ടം. അക്ഷരാർത്ഥത്തിൽ ഫയൽ സ്തംഭനമാണ് സർവകലാശാലയിൽ. പലതും ഗൗരവമേറിയ അക്കാദമിക താൽപ്പര്യങ്ങളുള്ളത്. അതിനിടയിലാണ് ഗവർണർക്ക് പ്രഹരമേൽപ്പിച്ച് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് സർക്കാർ വാദം ശരിവയ്ക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ചാൻസലറായ ഗവർണർക്ക് നിയമനാധികാരമെന്ന വാദം പൊളിഞ്ഞു. സർക്കാർ പാനലിന് നിയമസാധുത വന്നു. ഇനിയെങ്കിലും ഗവർണർ പാഠം പഠിക്കുമോ? വിദ്യാർത്ഥികളുടെ താൽപ്പര്യം സംരക്ഷിക്കപ്പെടണമെന്ന വിധിയിൽ ചാൻസലറും സർക്കാരും ഒരുമിച്ച് നീങ്ങുമോ? അതോ കേരളത്തെ കാവ്യണിയിക്കാനുള്ള നീക്കങ്ങളുമായി ഭാരതാംബയെ മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസത്തെയും പാദപൂജയെ മുൻനിർത്തി പൊതുവിദ്യാഭ്യാസത്തെയും കുളമാക്കാനാണോ നീക്കം? സമയമാറ്റം ആവശ്യപ്പെട്ട് മുസ്ലിം സംഘടനകളും കീമിൽ മുന്നൊരുക്കമില്ലാത്ത നീക്കത്തോടെ സർക്കാരും വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കുളം തോണ്ടുന്ന കളികളോ എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് K. അനിൽകുമാർ, മുസ്ലിം ലീഗ് പ്രതിനിധി PK നവാസ്, യുവരാജ് ഗോകുൽ BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം യുവരാജ് ഗോകുലിലേക്ക്. യുവരാജ് ഗോകുൽ, ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ചാൻസലറായ ഗവർണർക്കും ആ ഗവർണറുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ RSS താൽപ്പര്യങ്ങൾ അനുസരിക്കുന്ന VC-മാർക്കും കിട്ടിയ പ്രഹരമാണോ? ചാൻസലർ ഇനിയെങ്കിലും ഒരു പാഠം പഠിക്കുമോ? യുവരാജ് ഗോകുൽ. അല്ല അരുണേ, അതിനകത്തൊന്ന് ആ കോടതി വിധി കുറച്ച് മുമ്പ് മാത്രമാണ് വന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഇപ്പോൾ ഈ രണ്ട് വിഷയമായിട്ടാണ് കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. വളരെ ആകസ്മികമായിട്ടാണല്ലോ പെട്ടെന്ന് ഈ വിധി ഇപ്പോൾ ഇന്നിങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. അതിനിപ്പോൾ മേൽക്കോടതികളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ആ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും അത് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഞാൻ നിലവിലെ സാഹചര്യത്തിൽ പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെ നാളെയാണെങ്കിൽ കുറച്ചുകൂടിയും വിശദമായിട്ട് എനിക്ക് ആ വിഷയത്തിനകത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരിക്കും. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ എന്തിനാണ് ഈ സമരം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം പറയാമല്ലോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് SFI അവിടെ എന്തിനാണ് അവരവിടെ സമരം നടത്തുവാനും വേണ്ടിയിട്ട് എന്താണ് അവരുടെ പ്രശ്നം? ഇപ്പോൾ എന്നോട് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഫയൽ, ഏതാണ്ട് 22,500ഓളം ഫയലുകൾ വൈസ് ചാൻസലർ ഒപ്പിടാതെ വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഫയലുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ആശങ്കകളുണ്ട്, മീൻസ് ആശയക്കുഴപ്പമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്രത്തോളം ഉണ്ടോ അതോ അതിൽ കുറവാണ്? പോട്ടെ, ഇനി 1 ഫയലോ 2 ഫയലോ ആവട്ടെ, അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെ ആയിരിക്കുമല്ലോ, പലരെയും ബാധിക്കുന്നത് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഗവർണർ VC-ക്ക് അത് ഒപ്പിടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വെട്ടാനും കൊല്ലാനും കുത്താനും വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എങ്ങനെയാണ് അവിടെ പോയിട്ട് നമ്മുടെ ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? അപ്പോൾ അവിടെ വെറുതെ ഒരു സമരാഭാസം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതെന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിലവിലെ കേരള സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങളെ മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിംഗ് ഫയറാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ മുൻനിർത്തിക്കൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാതലായ വിഷയങ്ങളിൽ നിന്ന് മാറുക. SFIയുടെ പ്രതിനിധികൾ ഇന്ന് അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ എവിടെ പോയി, ആരും സമരം ചെയ്യുന്നില്ലല്ലോ എന്ന്. അവരോട് പറയാനുള്ളത് സഖാവെ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന യഥാർത്ഥ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തെരുവിൽ സമരത്തിലാണ്. അവരെല്ലാവരും തന്നെ പോയിട്ട് എന്താണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നുണ്ട്, സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുണ്ട്, കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം. ബാക്കിയൊക്കെ ടെക്നിക്കൽ വിഷയങ്ങളും സാങ്കേതികമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നതാണ്. ഈ സമരങ്ങൾ എന്തിനാണെന്ന് കേരള സർവകലാശാലയിൽ ഇപ്പോൾ ഫയൽ നീങ്ങാത്തതിന്റെ കാരണം ആരാണ്? ഫയൽ നീങ്ങാത്തതിൻ്റെ അരുണെ അവിടെ ഒരു പരിപാടി നടക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിഷയം. നിങ്ങൾക്ക് അതിനകത്ത് ആശയപരമായി എതിർപ്പുണ്ടാകും,
എനിക്കറിയാം തീർച്ചയായിട്ടും താങ്കൾക്ക് അതിനകത്ത് 100% എതിർപ്പുണ്ടോ, SFIക്കാർക്ക് എതിർപ്പുണ്ടോ, KSUക്കാർക്ക് എതിർപ്പുണ്ടോ, അത് വേറൊരു വിഷയമാണ്. നോക്കൂ, സെനറ്റ് ഹോൾ അല്ലാതെ മറ്റൊരു ഹോളാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു ഹോളിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഒരു ഹോള് ബുക്ക് ചെയ്യുന്നു, ആ ഹോളിനകത്തൊരു പരിപാടി നടത്തുന്നു. ആ പരിപാടി നടക്കുന്ന സമയത്ത് ഈ ചിത്രം വയ്ക്കാൻ പറ്റില്ല, മറ്റൊരു ചിത്രമാണെങ്കിലേ അനുവദിക്കുള്ളൂ, നിങ്ങൾ വെക്കുന്നത് പോലെ ഒന്നും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കൂട്ടർ വന്നുണ്ടാക്കുന്ന പ്രശ്നം, അത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ സ്വാഭാവികമായിട്ട് ഭരണഘടന പറയുകയാണ്. അദ്ദേഹം അവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഉൾപ്പെടെ തടയാൻ നിൽക്കുന്നു. തീർച്ചയായിട്ടും അവിടെ സ്വാഭാവികമായിട്ടും വൈസ് ചാൻസലറുടെ ഭാഗത്തൊന്നും നടപടി ഉണ്ടാകട്ടെ. കാര്യങ്ങൾ താങ്കൾ പറഞ്ഞത് അവിടെ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അതിൽ ചട്ടത്തിലല്ലാത്ത വിധത്തിൽ ആ ഹാൾ ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മുന്നറിയിപ്പില്ലാതെ പരിപാടി റദ്ദാക്കാനുള്ള അവകാശം രജിസ്ട്രാർക്കില്ലേ? അല്ല, ചട്ടത്തിലില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടത്തിൽ ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മതപരമായ ഏതെങ്കിലും ചിഹ്നങ്ങൾ അവിടെ കാവ്യാണ് മതപരമായ ചിഹ്നമായിട്ട് രജിസ്ട്രാർക്കും സർവകലാശാലയ്ക്കും തോന്നിയത്. ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമില്ലേ? എന്റെ ചോദ്യം ഇതാണ്. ഏതോ ഒരു സംഘടന, ആ സംഘടനയ്ക്ക് വേണ്ടിയാണോ വൈസ് ചാൻസലറും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി നിയമവിധേയമാകുമോ എന്ന വലിയ ചോദ്യം ഉയർത്തുകയും ചെയ്തത്? അപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല, നിങ്ങൾക്ക് വിഷയം ഭാരതാംബയും ആ സംഘടനയുമാണ്. അല്ലല്ല, അത് അങ്ങയുടെ ചോദ്യത്തിലേക്ക് അങ്ങ് പറഞ്ഞത് അവിടെ കാവി നിറം കണ്ടു, അത് മതപരമായ ചിഹ്നമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, അവിടെ ഏതെങ്കിലും ഒരു ചുമരിന് കാവി നിറം അടിച്ചു വെച്ചിരുന്ന ഇവർ ആ ചുമര് പൊളിക്കാൻ വേണ്ടിയിട്ട് പറയും ഇത് കാവി നിറമാണ്, ഇത് ഇവിടെ പറഞ്ഞിട്ട് തീർത്തും ബാലിശമായിട്ടുള്ള വാദങ്ങൾ മാത്രമാണ്. അല്ലല്ല, തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ ചാൻസലർ നേരിട്ട് ഈ വിഷയത്തിൽ വിവേചനാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്ത് കണ്ടാലും അല്ലല്ല അങ്ങനെ എങ്ങനെയാണ് അരുൺ? അതെന്ത് വിവേചനാവകാശമാണ്? അല്ലല്ല അരുണെ, വിവേചനാധികാരം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഡൈജസ്റ്റ് ആവുന്ന തരത്തിൽ വേണ്ട വിവേചനാധികാരത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി, ഒരു സംഘടന ഹോള് സ്ത്രീയുടെ ചിത്രത്തിന്മേൽ പൂജയർപ്പിച്ച് നിലവിളക്ക് കൊളുത്തിയ പരിപാടി നടന്നല്ലോ യുവരാജ്. വയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾ പറയുന്ന പരിപാടി നടത്താൻ പറ്റുമെന്ന് പറയുന്നത് അധികാരമാണെന്ന് എനിക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ, ഗവർണർ അവിടെ പരിപാടി നടത്തി പോയില്ലേ? ഗവർണർക്ക് എന്തെങ്കിലും തടസ്സം രജിസ്ട്രാർ വരുത്തിയോ? ഒന്നും വരുത്തിയില്ലല്ലോ. ഗവർണർക്ക് ഉൾപ്പെടെ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലല്ലേ രജിസ്ട്രാർ അന്ന് അവിടെ ഒന്ന് ഒരു പരിപാടി നടത്താൻ പറ്റില്ല. ഗവർണർ അവിടെ വരുന്ന പരിപാടി ഗവർണർ അവിടെ വരുന്ന പരിപാടി അല്ലല്ല, ഗവർണറുടെ പരിപാടി ഗവർണർ വന്ന് വളരെ കംഫർട്ടബിളി അകത്ത് കയറി നടത്തിയതാണോ അതോ പോലീസ് സംരക്ഷണത്തിൽ ഉണ്ടാക്കാൻ വന്നവരെ നടത്തേണ്ടി പോയതിനു ശേഷം പിന്നീട് ആ രജിസ്ട്രാറെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ സർവകലാശാലയിൽ സംഭവിക്കുന്നതിന് ഉത്തരവാദി ആരാണെന്നാണ് എൻ്റെ ചോദ്യം. അതിനങ്ങ് ഉത്തരം പറഞ്ഞില്ല. ഈ ഫയൽ സ്തംഭനത്തിന്റെ ഉത്തരവാദി ആരാണ്? നോക്കൂ, ഉത്തരവാദി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണപരാജയങ്ങളാണ്. കാരണം അവർക്ക് അത് മറച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റ് ചില ബഹളങ്ങളും കോലാഹലങ്ങളും തൊട്ടപ്പുറത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് അതാണ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അരുണ, ഇത് 2015 ഒരു റിപ്പീറ്റേഷൻ ആണ് 2025 ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ 2015 റിപ്പീറ്റേഷൻ ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് തോറ്റ് പ്രതിരോധത്തിലായി പോയി കഴിഞ്ഞ ഇടതുപക്ഷം എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് കുറെ നാൾ RSSനെതിരെ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് തെരുവില് ബീഫ് ഫെസ്റ്റ് പോലുള്ള ഓരോ സാധനങ്ങളുമായിട്ട് ഇറങ്ങി അവര് തെരഞ്ഞെടുപ്പില് മുസ്ലിം വോട്ടിനെ കംപ്ലീറ്റ്ലി അവരുടെ ഒരു പോയി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു വിഷയത്തിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയിട്ട് വലിയൊരു കോലാഹലോട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. SFIക്കാർക്ക് വിദ്യാർത്ഥികളോട് എന്തെങ്കിലും താല്പര്യം ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് ഇത്രയധികം സർവകലാശാലയ്ക്ക് അത് ബളമിക്കല്ല ചെയ്യേണ്ടത്. കേട്ടില്ല. എന്താണ് ഈ ഫയൽ സ്തംഭനത്തിന് കാരണമെന്ന ചോദ്യത്തിന് അവിടുത്തെ VC-ക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ യുവരാജ്?
അവിടുത്തെ വി സിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ ഉത്തരവാദിത്വം അവിടെ പോയി ബഹളം ഉണ്ടാക്കുകയും വി സിയുടെ കാല് തല്ലി ഓടിക്കും കഴുത്ത് വെട്ടും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന SFIക്കാർക്ക് ഉണ്ടായിരുന്നേ, അവരെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന CPM ഉണ്ടായിരുന്നേ, അവരുടെ പുറകിൽ നിൽക്കുന്ന ഈ സർക്കാരിനുണ്ടായിരുന്നേ. അതാണോ അതേ മുകളിലുള്ള ഉത്തരവാദിത്വം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ് VC? രജിസ്ട്രാറിനെ VC നോക്കൂ, അത് അവരുടെ അക്കാഡമിക്കലായിട്ടുള്ള വിഷയമാണ്, അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണെന്ന് പറയാനാണ് ഞാൻ കൂടുതൽ താല്പര്യം. അല്ലല്ല, നോക്കൂ, VCയെ സംബന്ധിച്ച് ഞാനിപ്പോ VCയുടെ വക്താവായിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ഞാൻ ഈ വിഷയം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാള്, ആ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളെ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് സിൻഡിക്കേറ്റ് കൂടി എന്നൊന്നും പറയാനില്ല, 3-4 പേര് വട്ടം കൂടിയിരുന്ന് അവരൊരു തീരുമാനം എന്ന് പറഞ്ഞെടുക്കുന്നു. അതിന്റെ പുറത്തോട് ബൈപ്പാസ് ചെയ്തുകൊണ്ട് വേറെ തീരുമാനം എടുക്കാൻ നോക്കുന്നു. അവിടെ നടക്കുന്നത് ഒരു വടം വലിയാണ്. ആ വിഷയം എടുത്തിട്ട് ഇതാണ് BJPയുടെ വ്യാഖ്യാനം. നോക്കൂ, നിങ്ങൾ കീമിലെ പരാജയം മറച്ചുവെക്കാൻ വേണ്ടി, ഭരണപരാജയം മറച്ചുവെക്കാൻ വേണ്ടി, കോളേജിലെ ടോയ്ലറ്റ് കോംപ്ലക്സാൻ വേണ്ടി നിങ്ങൾ സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രതിഷേധത്തിന്റെ പുകമറയാണിത് എന്നതാണ് BJPയുടെ ഭാഷ്യം. അതാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അതിനെ സർക്കാർ സ്പോൺസേഡ് സമരം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. നിങ്ങൾക്ക് ഈ സർവകലാശാലയെ ചൂണ്ടിക്കാട്ടി ബാക്കിയുള്ള ഭരണപരാജയം മറയ്ക്കണം, അതാണോ നീക്കം? അനിൽകുമാർ. ഒന്ന്, ഇവർ പറയുന്നത് പോലൊരു ഭരണപരാജയം കേരളത്തിലെ LDF സർക്കാരിനില്ല എന്നാണ് നീതി ആയോഗിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ 9 കൊല്ലത്തിനിടയ്ക്ക് ഒരു മേഖലയിലും പിന്നോട്ട് പോവുകയല്ല ചെയ്തത്, മുന്നോട്ട് വരികയാണ് ചെയ്തതെന്ന് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ പരിശോധനകളിലും സാമൂഹ്യ വികാസ മാനദണ്ഡങ്ങളിലും നമ്മൾ മുമ്പിലാണ്. ഏതെങ്കിലും മെഡിക്കൽ കോളേജിലെ 60 കൊല്ലം പഴക്കമുള്ളൊരു കെട്ടിടം, അതിൻ്റെ ബാത്റൂം സമുച്ചയം തകർന്നൊരു ദാരുണ മരണം ഒരു വീട്ടമ്മയ്ക്കുണ്ടായത്, അത് കാണിച്ചുകൊണ്ട് കേരളമാകെ തകർന്നുപോയി എന്ന തരത്തിലുള്ള ആഖ്യാനങ്ങളൊന്നും നാട്ടുകാർ വിശ്വസിക്കില്ല. ഇവിടെ ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഗവർണർ ആർലേക്കർ, മുൻ ഗവർണർ, ഈ രണ്ടാളുകളും പറയുന്നത് സർവകലാശാലകളുടെ പരമാധികാരികൾ ഞങ്ങളാണ്. ആർലേക്കർ ഉപയോഗിച്ച പദം സർവാധികാരി എന്നാണ്. ആ സർവാധികാരിയുടെ ചെകിട്ടത്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അടികൊടുത്തിരിക്കുന്നത്. യുവരാജ് ഗോകുലിന് ആ വിധി വായിക്കാൻ നേരമില്ലെങ്കിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. ആ വിധി ശരിവച്ചിരിക്കുകയാണ് ഈ വിധിക്കകത്ത്. സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വായിച്ചാലും മതി. അപ്പോൾ സിംഗിൾ ബെഞ്ച് കൃത്യമായിട്ട് നിയമം ചൂണ്ടിക്കാണിച്ചു. അത് മാനിക്കാൻ ആർലേക്കർ തയ്യാറല്ല. തൻ്റെ മുൻഗാമിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ പോയ വഴിയെ തന്നെ ആർലേക്കർ പോയി. അവസാനം ആർലേക്കറും കുഴിയിൽ വീണു. അതുകൊണ്ട് സർവകലാശാലകളുടെ സർവാധികാരി എന്നൊരു പദവി അവിടെ ഇല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2, സംസ്ഥാന സർക്കാരിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഗവർണറാവട്ടെ ചാൻസലറാവട്ടെ ഒരു സർവകലാശാലയും ഭരിക്കുന്നത് നടക്കത്തില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, RSSൻ്റെ ശാഖയിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് വെച്ചിട്ട് താൽക്കാലിക VCയോ സ്ഥിരം VCയോ നിയമിക്കാമെന്ന് 2018 UGC ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ആർലേക്കർ വിചാരിച്ചാലും ഒരു ഗവർണർ വിചാരിച്ചാലും കേരളത്തിൽ നടപ്പാവില്ല. ഈ 3 കാര്യങ്ങളുമാണ് ഇന്നത്തെ കോടതി വിധിയോടെ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കോടതി വിധി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, ഇവരുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു. ഇനി എന്താണ് ഇപ്പോൾ ഉണ്ടായ തർക്കം? കേരള സർവകലാശാലയിലെ ഭരണസ്തംഭനം. ഒന്നാമത്തെ കാര്യം എന്താണ്? രാജ്ഭവനിലൊരു വിവാദം ഉണ്ടായി. ആ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിൽ രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടിയിൽ ഈ ചിത്രം വെക്കും, വിവാദ ചിത്രം വെക്കും. ആ ചിത്രം പൊതുവിൽ സ്വീകാര്യതയുള്ളതല്ല. അദ്ദേഹം വീട്ടിൽ വെച്ചോട്ടെ, രാജ്ഭവനിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് വെച്ചോട്ടെ, പക്ഷേ സർക്കാർ പരിപാടിക്ക് പറ്റുകയില്ല. ഇതേ മന്ത്രിമാർ പറഞ്ഞു. അപ്പോൾ ആർലേക്കർ തീരുമാനിച്ചെന്താണ്? അതിനെ സർവകലാശാലയ്ക്ക് കൊണ്ടുവരണം. അദ്ദേഹം പങ്കെടുക്കുന്നൊരു പരിപാടി, ആ പരിപാടിക്ക് ഹാള് കിട്ടാൻ മോഹൻ കുന്നുമേലിന് അപേക്ഷ കൊടുത്തു. മോഹൻ കുന്നുമേലാണ് ആ സെനറ്റ് ഹാൾ അനുവദിച്ച് ഉത്തരവിട്ടത്. അപ്പോൾ ഞാൻ പറയുന്നു, കേരള സർവകലാശാലയെ അലങ്കോലപ്പെടുത്താൻ ചാൻസലറും വൈസ് ചാൻസലറും ഗൂഢാലോചന നടത്തി. ഈ ചിത്രമുള്ള ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കാൻ മോഹൻ കുന്നുമേൽ ചാൻസലറുമായി ഗൂഢാലോചന നടത്തി. എന്നിട്ട് രജിസ്ട്രാർക്ക് ഉത്തരവ് കൊടുത്തു, ഹാൾ അനുവദിച്ചിരിക്കണം. അപ്പോൾ രജിസ്ട്രാർ പറഞ്ഞു, ഇവിടെ ഹാൾ അനുവദിക്കുന്നതിന് കുറേ ചട്ടവട്ടമുണ്ട്, അത് പ്രകാരം മിനിറ്റ് പരിപാടി തരണം. പരിപാടി കൊടുത്തു. പരിപാടി ഇല്ലാത്ത സാധനമാണ് ഈ കാവ് പിടിച്ച ഈ സാധനം, അതങ്ങോട്ട് വെക്കാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.
ആ പറഞ്ഞ കുറ്റത്തിന്, കാവി കൊടി പിടിച്ച ഒരു സ്ത്രീയുമായി എഴുന്നള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കുറ്റത്തിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് അധികാരമുണ്ടോ? മോഹൻ കുന്നുമേൽ നിയമം അറിയാത്ത ആളല്ലേ, അദ്ദേഹത്തിന് ചികിത്സിക്കാൻ അറിയൂ. പക്ഷെ അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുന്നു കോടതി. ആ നിയമത്തിനകത്ത് ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിയുടെ അധികാരമുള്ളെന്ന് വായിച്ച് കേൾപ്പിച്ച് ബഹുമാനപ്പെട്ട ഗോകുലിനോട് ഞാൻ പറയുകയാണ്, നിങ്ങളത് വായിച്ച് കേൾപ്പിക്കാവോ? കേരള യൂണിവേഴ്സിറ്റി ആക്ട്. മോഹൻ കുന്നുമേൽ കോത്താരി കമ്മീഷനിലേക്ക് പോയി. കോത്താരി കമ്മീഷൻ പറഞ്ഞാണോ കേരള സർവകലാശാല നിയമം? കോത്താരി കമ്മീഷൻ പറഞ്ഞ വി സിയുടെ വാലെ കെട്ടാൻ ആ വി സിമാർ താമസിച്ച അടുക്കളയിൽ പാചകം ചെയ്ത പരിചയമെങ്കിലും മോഹൻ കുന്നുമേലിൽ ഇപ്പോൾ ആളുകൾക്കുണ്ടോ? നിങ്ങളുടെ കോൺഗ്രസിൻ്റെ കാലത്ത് 2 വി സിമാരെ കോൺഗ്രസിൻ്റെ BJPയുടെ വൈസ് പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ഒരു രാധാകൃഷ്ണനെയും ഒരു അബ്ദുൽ സലീമിനെയും. അപ്പോൾ ഇതാണ് ബി സി, നിങ്ങളുടെ ബി സി. കോത്താരി കമ്മീഷൻ പറഞ്ഞ ബി സി ഇതാണോ? കോത്താരി കമ്മീഷൻ പറഞ്ഞ സർവകലാശാല വൈസ് ചാൻസലർമാർ ഇതാണോ? പക്ഷേ അനിൽ, അവിടെ ഒരു ആളുകളെ അനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം കൂടാത്ത സമയങ്ങളിൽ അത്തരം തീരുമാനങ്ങൾ വി സിക്ക് എടുക്കാമെന്നും വി സി അത് പിന്നീട് സിൻഡിക്കേറ്റിന്റെ അപ്രൂവൽ സമർപ്പിച്ചാൽ മതി എന്നുമാണ് വി സിയുടെ വാദം. ആ വാദം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആ വാദം സ്വീകരിച്ചു. എന്താ സ്വീകരിക്കാൻ കാരണം? രജിസ്ട്രാർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം അറിയണം. സിൻഡിക്കേറ്റ് ഈസ് ദി അപ്പോയിൻറ്റ്മെൻറ്റ് അതോറിറ്റി. അതുകൊണ്ട് എന്ത് വേണ്ടി ഞായറാഴ്ച വി സി ആയ സിസ തോമസിന് യോഗം വിളിക്കേണ്ടി വന്നു. എന്തിനാ ഈ 60 ദിവസത്തിനിടയ്ക്ക് കൂടാൻ തയ്യാറില്ലാത്ത ഈ സിൻഡിക്കേറ്റ് യോഗം എന്തിനാണ് പെട്ടെന്ന് വിളിച്ചത്? ഈ സസ്പെൻഷനെക്കുറിച്ച് സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം കോടതി അറിയിക്കണം. സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. എന്തായിരുന്നു സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം? സസ്പെൻഷൻ നിലനിൽക്കില്ല. ആ അഭിപ്രായം സിൻഡിക്കേറ്റ് എടുത്തപ്പോൾ വി സി ഇറങ്ങിപ്പോയി. അങ്ങനെ വി സി ഇറങ്ങിപ്പോയ സിൻഡിക്കേറ്റ് ഇല്ലാതെയാവുമോ? ബി സി ഇറങ്ങിപ്പോയ ഒരു സിൻഡിക്കേറ്റ് ഇല്ലാതെയാവുമോ? നിയമസഭയിൽ നിന്ന് സ്പീക്കർ ഇറങ്ങിപ്പോയ നിയമസഭ ഇല്ലാതാവുമോ? എനിക്ക് തീരെ മനസ്സിലായില്ല. നിയമസഭയിൽ നിന്ന് സ്പീക്കർ ഇറങ്ങിപ്പോയാൽ നിയമസഭ ഇല്ലാതാവില്ല. ബി സി ഇറങ്ങിപ്പോയാൽ ബി സി അതിലെ ഒരു അംഗം മാത്രമാണ്. എത്രയോ കോടതി വിധിയുണ്ട്. 2018 കേരളത്തിൽ തന്നെ കോടതി വിധിയില്ലേ? ശരി. അതിൻ്റെ ഭാഗമായിട്ട് ബി സി ഇറങ്ങിപ്പോയാൽ തീരില്ല. അപ്പോൾ എന്നാണ് കോടതി അറിയിച്ചത്? കോടതി അറിയിച്ചത് ഈ സസ്പെൻഷനോട് സിൻഡിക്കേറ്റ് യോജിക്കുന്നില്ല, ഇത് റിവോക്ക് ചെയ്തിരിക്കുന്നു. റിവോക്ക് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അധികാരപരിധിപ്പെട്ട കാര്യമല്ലേ? പക്ഷേ അനിൽ, ഇന്നിപ്പോൾ വി സി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ സർവകലാശാലയിൽ വരാത്തതിന്റെ കാരണം അവിടെ എൻ്റെ കാല് തല്ലി ഒടിക്കുമെന്നും കാല് വെട്ടുമെന്നും പറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ സുരക്ഷയെ കരുതിയാണ് ഞാൻ വരാത്തത് എന്നാണെന്ന് വി സി പറയുന്നത്. ആ വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ട്, ഫയലുകൾ നീങ്ങും. അല്ല, അവിടെ ഒരു സംഘടനയുടെ കൊടി വെക്കാൻ വേണ്ടി ഒരു അനുവാദം ഇദ്ദേഹത്തിനാണ് കൊടുത്തത്. സിൻഡിക്കേറ്റിനോട് ചോദിച്ചിട്ടാണോ? ആ സംഭവത്തെ കുളവാക്കിയതാരാ? ഞാൻ കൃത്യമായിട്ട് ഈ ചർച്ചയിൽ ആരോപിക്കുന്നു. ആർലേക്കർ എന്ന് പറയുന്ന ചാൻസലറും മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന വൈസ് ചാൻസലറും ഗൂഢാലോചന നടത്തി സർവകലാശാലയുടെ സെനറ്റ് ഹാൾ ഈ പറയുന്ന കാവ്യ സംഘടനയ്ക്ക് അനുവദിച്ചു കൊടുത്തതാണ് ഗൂഢാലോചന. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ശരി, അനിൽകുമാർ എന്ത് ചെയ്തു? അദ്ദേഹം രജിസ്ട്രാറായി തുടരുന്നു. സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം അദ്ദേഹം ഫയൽ വി സിക്ക് കൊടുത്തു. വി സി എടുത്ത് ഒപ്പിട്ടാൽ മതി. വി സി അവിടെ വരാറില്ല. ഈ കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് വി സി എത്ര തവണ ഒന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നത് കേട്ടില്ലേ? ഇദ്ദേഹം അങ്ങോട്ട് വരാറില്ല. അദ്ദേഹം പലപ്പോഴും ഭാര്യ വീട്ടിൽ വന്നിട്ട് പോകാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ സമരം നടക്കുന്നത്. യൂണിവേഴ്സിറ്റി വരാറില്ല. അതുകൊണ്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി വരണ്ടെന്നേ. ഇപ്പോഴത്തെ രജിസ്ട്രാർ വി സിക്ക് ഫയൽ കൊടുത്തല്ലോ. കൊടുത്ത ഫയലിൽ ഒപ്പിടാതെ അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ ശരിയായ രജിസ്ട്രാർ വേണ്ട, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രാറെ വെച്ചേക്കാം. അത് RSSന്റെ ശാഖയെ പറഞ്ഞാൽ മതി. മോഹൻ കുന്നുമേൽ വീട്ടിൽ കൊണ്ടുവന്നതല്ല കേരള സർവകലാശാല. എനിക്ക് നവാസിലേക്ക് കൂടി ഒന്ന് പോകണം. ഞാൻ നവാസിലേക്ക് വന്നാൽ, പി കെ നവാസ്, ഇപ്പോൾ SFIയും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത് ഇത് RSSന്റെ സങ്കുചിത താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ചാൻസലർക്കും ഒപ്പം വൈസ് ചാൻസലർമാർക്കും മുഖമടച്ചു കിട്ടിയ അടിയാണ്. അത് ആ സമരത്തിന് ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയെന്നാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും താൽക്കാലിക വി സിമാരെ ഏകപക്ഷീയമായി നിയമിച്ച ഗവർണറുടെ അഥവാ ചാൻസലറുടെ നിയമനത്തെ റദ്ദാക്കിയ വിധിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് അവരുടെ സമരത്തെ കൂടുതൽ ന്യായീകരിക്കുകയാണോ? ആ സമരത്തിന് സാധുത പകരുന്നതാണോ പി കെ നവാസ്? ശ്രീ അരുൺകുമാർ, ആദ്യമായി ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിൻ്റെ 2-3 പ്രധാനപ്പെട്ട വശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇടപെട്ടാൽ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ആശയത്തെ പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഓരോ ഭാഗമായി പറയാം. താങ്കൾ ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കുളമാക്കിയോ എന്നാണ് നിങ്ങൾ ഈ ചർച്ചയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം.
ഇത് ഒരു കളി നടക്കുന്നു എന്നാണ് നിങ്ങളുടെ ക്യാപ്ഷനിൽ എഴുതിയത്. യഥാർത്ഥത്തിൽ ശരിയായ പ്രയോഗമാണ്. ചുവന്ന വസ്ത്രം ധരിച്ച ഒരു കൂട്ടരും കാവി വസ്ത്രം ധരിച്ച മറ്റൊരു കൂട്ടരും 2 ജേഴ്സികൾ അണിഞ്ഞിട്ടുണ്ട്. ഇത് ചുവന്ന ജേഴ്സി അണിഞ്ഞ ഒരു കൂട്ടരും കാവി ജേഴ്സി അണിഞ്ഞ ഒരു കൂട്ടരും തമ്മിൽ കളി നടക്കുകയാണ്. ഈ കളിയിൽ യഥാർത്ഥത്തിൽ നിരാശപ്പെടുന്നത് കാണികളും അതുപോലെ തന്നെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുമാണ്. നമ്മളൊക്കെ നിരാശയിലാണ്. നോക്കൂ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലെ 13 സർവകലാശാലയിൽ 12 യൂണിവേഴ്സിറ്റിക്ക് VC-മാരില്ല. അപ്പോൾ ഇവർ പറയുന്നത് അത് ഈ പറയുന്ന ഗവർണറുടെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുന്ന 66 ഗവൺമെൻറ് കോളേജുകൾക്കകത്ത് 64 പ്രിൻസിപ്പൽമാരില്ല. അതിന് ഗവർണറെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? അത് ഈ ഗവൺമെൻറ് ഉത്തരവാദിത്തമല്ലേ? ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രധാനമായും 2 തലങ്ങളാണല്ലോ ഉള്ളത്. ഒന്ന് നമ്മുടെ കോളേജുകളാണ്, അവിടെ PhD നടക്കുന്നു, PG നടക്കുന്നു, അവിടെ ഡിഗ്രി കോഴ്സുകൾ നടക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ സർവകലാശാലകളാണ്, അവിടെയും അതുപോലെ തന്നെ പഠനങ്ങൾ നടക്കുന്നു. ഈ 2 മേഖലയും ഒരുപോലെ തകർന്നു പോകുന്നു എന്ന് പറയുന്ന വേദനാജനകമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ നമ്മുടെ കേരളത്തിനകത്ത് 40% ഡിഗ്രി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, 30% PG സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത്തവണ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ലഭ്യമായ കണക്ക്, ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് എടുത്ത എൻറോൾമെൻറ്റിൻ്റെ കണക്കെടുത്തപ്പോൾ 50,000-ൽ താഴെയിലേക്ക് ഇത്തവണത്തെ ഡിഗ്രി സീറ്റുകൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 50,000-ൽ താഴെയായി ഡിഗ്രി വിദ്യാർത്ഥികൾ പഠനം നിർത്തും. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വിദ്യാർത്ഥികൾ കൈയൊഴിഞ്ഞു പോകുന്നു, കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ കൈയൊഴിഞ്ഞു പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില രേഖകൾ, ചില ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇപ്പോൾ അരുൺകുമാർ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്ത വായിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ഇൻഡെക്സ് വന്നപ്പോൾ കേരളം 600 ചില്ലാനുണ്ടായിരുന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് വന്ന് 596 മറ്റോ ആയി റാങ്കിങ് കുറഞ്ഞു എന്ന് റിപ്പോർട്ടർ ചാനൽ വാർത്ത കഴിഞ്ഞ വെള്ളിയാഴ്ച നിലനിർത്തി. അതെ, അപ്പോൾ നമ്മുടെ നിലവാരം കുറയുന്നു എന്നാണല്ലോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞത് VC-യുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടുത്തെ പ്രശ്നം? കാവിക്കൊടിയാണോ പ്രശ്നം? അതല്ല നേരത്തെ പറഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും മറപിടിക്കലാണോ പ്രശ്നം? ഒരു പരിശോധന ബഹുമാനപ്പെട്ട അരുൺകുമാർ നിങ്ങൾ നടത്തണം. യഥാർത്ഥത്തിൽ 2021 കണ്ണൂർ സർവകലാശാലയുടെ VC, അന്നത്തെ VC ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, അവിടുന്നാണല്ലോ VC-യും ഗവർണറും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇതിൽ പിഴച്ചത്? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ, അദ്ദേഹത്തിനെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പുനർനിയമനം നടത്താൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചു. 60 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹത്തെ നിയമിക്കുക എന്ന് പറയുന്നത് UGC ചട്ടങ്ങൾക്കെതിരാണ്, അത് പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉൾപ്പെടെ ആ കണ്ണൂർ സർവകലാശാലയിൽ സമരം ചെയ്തു. പക്ഷേ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നും അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി, ശ്രീമാൻ പിണറായി വിജയനും ചേർന്ന് ഒരുമിച്ച് അവിടെ നിയമനം നടത്തി. നമ്മുടെ മുമ്പിലെ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ, നമ്മളാരും മറന്നുപോയിട്ടില്ലല്ലോ. അപ്പോൾ UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി 2021 കണ്ണൂർ സർവകലാശാലയിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ നിയമിച്ചു. 2 പേർക്ക് ഒരു VC-ആണ്. ഇന്ന് 2 രജിസ്ട്രാറാണ്. അന്ന് 2 പേർക്ക് ഒരു VC-ആണ്. അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ താല്പര്യം ഒന്നാണ്, പിണറായി വിജയന്റെ താല്പര്യം ഒന്നാണ്. എന്നാൽ ആ നിയമനം നടത്തിയതിനെ കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോടതിയിൽ പറഞ്ഞു സർക്കാരിന്റെ പ്രഷർ ഉണ്ടായിരുന്നുവെന്ന്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ സർക്കാരിന്റെ പ്രഷർ കൊണ്ടാണ് ഞങ്ങൾ നിയമിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ കോടതി തീരുമാനിച്ചു. തൊട്ടു പിറകെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായി. അവിടെ UGC-യുടെ നോമിനി, അപ്പോഴേക്കും ഇവർ തമ്മിലുള്ള തർക്കം ആരംഭിച്ചു. സർക്കാരിന്റെ പ്രഷർ കൊണ്ട് എന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞതിന് തൊട്ടു പിറകിൽ അവിടെ CPM നേതാവ് രാകേഷിന്റെ ഭാര്യയെ കണ്ണൂർ സർവകലാശാലയിൽ അന്നത്തെ ഇടത് സിൻഡിക്കേറ്റും ഈ പറയുന്ന VC-യും ഒക്കെ നിയമിച്ച നിയമനത്തെ റദ്ദു ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണർ ഉത്തരവിട്ടു. അവിടെയാണ് ഈ ടഗ് ഓഫ് ഈ ഫൈറ്റ് ആരംഭിക്കുന്നത്. അല്ലാതെ ഇവിടെ കാവിക്കൊടിയൊന്നല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. അത് കൃത്യമായി പരിശോധിച്ച് നമുക്കറിയാം. അവിടുന്ന് ആരംഭിച്ച പോരാട്ടത്തിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട്. ഏതാ രണ്ടാമത്തെ ഘട്ടം? അത് KTU സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അവിടെ VC നിയമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ട് മുമ്പ് UGC-യുടെ നോമിനി ഇല്ലാതെ സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടാവുകയും അവർ ഡോക്ടർ രാജശ്രീയെ VC-ആയി നിയമിക്കുകയും ചെയ്തു. അത് കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതി പറഞ്ഞു അവരെ നിയമിക്കാൻ വേണ്ടി സാധ്യമല്ല, അവർ അതിന് എലിജിബിൾ അല്ല, അവരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. അതിന് കാരണമായി പറഞ്ഞത് UGC നോംസിൽ പറയുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അല്ല രൂപീകരിച്ചതെന്നാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഗവർണർ കേരളത്തിലെ എല്ലാ സ്ക്രീനിംഗ് കമ്മിറ്റികളും സർവകലാശാല VC-മാരുടെ നിയമനത്തിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റികളെ പരിശോധിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അവിടെയൊന്നും UGC പറഞ്ഞിട്ടുള്ള മാനദണ്ഡ പ്രകാരമല്ല VC-യുടെ നിയമനം നടക്കുന്നത്. അവിടെയാണ് നിലവിലുള്ള VC-മാർ പോവുകയും ഈ ഗവർണർ നിയമിക്കുന്ന VC-മാർ വരികയും ചെയ്തത്. അപ്പോൾ കുറ്റം ആരുടേതാണ്?
ഈ RSS ഭരിക്കുന്ന ഒരു രാജ്യത്തിനകത്ത്, BJP ഭരിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ഗവർണർ RSSകാരാണെന്ന് ബോധ്യമുള്ളപ്പോൾ ആരായിരുന്നു ജാഗ്രത പാലിക്കേണ്ടത്? ഭരണഘടനാപരമായ നിയമപരമായ ജാഗ്രതയിലൂടെ ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഗവർണർക്ക് ഇങ്ങനെ ഇടപെടാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നില്ല. ഒരു പരിധി വരെ നമുക്ക് തടുത്തു നിർത്താമായിരുന്നു. പക്ഷെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചുവന്ന ജേഴ്സിക്കാരുടെ കളികൾക്ക് വേണ്ടി നിയമങ്ങളെ വളച്ചൊടിക്കപ്പെട്ടപ്പോൾ ഇവിടെ കാവി വസ്ത്രം ധരിച്ച് ജേഴ്സി അണിഞ്ഞിട്ടുള്ള RSSകാർ അതിനേക്കാൾ മനോഹരമായി കളിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഈ കാവി ജേഴ്സി അണിഞ്ഞു നിൽക്കുന്നവരും ചുവന്ന ജേഴ്സി അണിഞ്ഞവരും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുൻനിർത്തി ഒരു കളിയിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ എവിടെ നിലയുറപ്പിക്കും? നിങ്ങൾ ആർക്കൊപ്പം നിൽക്കും? ഞങ്ങൾ അതിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ സമരത്തിലായിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമരമുണ്ട്. ഞങ്ങൾ എല്ലാവരും തെരുവിലുണ്ട്. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന SFIയുടെ സമരം, ഞങ്ങൾക്ക് ആ സമരത്തോട്, ഞാൻ ആ സമരത്തെ 2 രൂപത്തിൽ പറയാം. ഒന്ന്, ആ വ്യാജ സമരത്തെ ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു. ഒരു വ്യാജ സമരത്തെ, കപട സമരത്തെ, കപടമാണെന്നും വ്യാജമാണെന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുകയാണ്. അതൊരു വിചിത്രമായ വാദമായി അങ്ങേക്ക് തോന്നാം. ഒരു വ്യാജ സമരത്തെ, ഒരു കപട സമരത്തെ എന്തിനാണ് ഞാൻ അനുകൂലിക്കുന്നതെന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം, RSSനെതിരെയുള്ള ഏത് ഇലയനക്കവും അത് വ്യാജമാണെങ്കിലും കപടമാണെങ്കിലും അതിനെ കൈയടിക്കണമെന്നാണ് എൻ്റെ നിലപാട്, എൻ്റെ രാഷ്ട്രീയമായ ഞങ്ങളുടെ സംഘടനയുടെ നിലപാട്. ഈ സമരം യഥാർത്ഥത്തിൽ ആത്മാർത്ഥമാണോ? ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ട അരുൺകുമാറോട് ചോദിക്കട്ടെ, SFI നടത്തിയ സമരം ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ദേശീയ വിദ്യാഭ്യാസ നയം, ഏകശിലാത്മകമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനുവേണ്ടി RSSന്റെ നേതൃത്വത്തിൽ അവർ 1ാം മോഡി ഗവൺമെന്റ് സമയത്ത് ഡോക്ടർ മഹേഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഒരു അജണ്ട ഉണ്ടാക്കി, ഈ രാജ്യത്തൊരു പുതിയ അജണ്ട ഉണ്ടാക്കി, നയമുണ്ടാക്കി, അത് കൊണ്ടുവരുമ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഈ വിദ്യാഭ്യാസ നയത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന് 4 ഇയർ ഡിഗ്രി ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ മാറ്റി നിർത്താം. തമിഴ്നാട് മാറ്റി നിർത്തി, കർണാടക മാറ്റി നിർത്തി, ബംഗാൾ മാറ്റി നിർത്തി, തെലുങ്കാന മാറ്റി നിർത്തി. പക്ഷെ കേരളം ഒരു മുന്നൊരുക്കവും നടത്താതെ 1000 കോടി എന്ന് പറയുന്ന ഇത് നടത്തിയാൽ ഗവൺമെന്റിന് 1000 കോടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ 1000 കോടി കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് RSSന്റേതാണെന്നോ സംഘപരിവാറിന്റേതാണെന്നും BJP-യാണെന്നും മറന്നുപോയിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 100% ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയല്ലോ. ഇത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. അതിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട വ്യക്തികളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, ഇത് അജണ്ടയാണ്, വീട് പോകരുത് എന്ന് ഗവൺമെന്റിനോട് പറഞ്ഞില്ലേ? അന്ന് SFI ഞങ്ങൾ കണ്ടില്ലല്ലോ. ഇപ്പൊ നോക്കൂ, നിങ്ങൾ കേരളത്തിൽ 4 വർഷ ഡിഗ്രി കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ 4 വർഷ ഡിഗ്രിയുടെ സിലബസ് കാണിച്ചു തരാൻ കഴിയോ? ഇപ്പൊ കാണിച്ചു തരാൻ കഴിയോ? 2 വർഷത്തെ സിലബസേ ആയുള്ളൂ. അതാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിൽ വേടൻ കാലിക്കറ്റ് സർവകലാശാല സിലബസിലേക്ക് വന്നു എന്ന വാർത്ത നമ്മൾ ആഘോഷിച്ചല്ലോ. എന്തിനാ വേടൻ ഇപ്പോൾ സിലബസിലേക്ക് വരാനുള്ള കാരണം? പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത സെമസ്റ്ററിൽ എന്ത് പഠിക്കണമെന്ന് ഈ സെമസ്റ്ററിൽ യൂണിവേഴ്സിറ്റി തീരുമാനിക്കും. ഞാനൊരു കോഴ്സ് എടുക്കുമ്പോൾ എന്റെ പഠന വിഷയങ്ങൾ എന്തെല്ലാം വരുമെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ ശ്രീ അരുൺകുമാർ? അതിനുപോലും കേരളത്തിൽ ഇന്ന് അവസരമില്ല. അതേസമയത്ത് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കുട്ടികളുടെ ഒഴുക്കുണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ സമരത്തെ ഞങ്ങൾ വിയോജിപ്പുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല കഴിഞ്ഞ ദിവസം SFI സമരം നടത്തി. VCയുടെ ചേംബറൊക്കെ അടിച്ച് പൊളിച്ച് അകത്തേക്ക് വന്നു. വലിയ നാശനഷ്ടം ഉണ്ടായി. അവർ 5-6 പേർ ജയിലിലാണ്. എന്റെ ചോദ്യം, കേരള സർവകലാശാലയിലെ ഭാരതാമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വിവാദത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെ അടിച്ചു പൊളിക്കുകയും തകർക്കുകയും അവിടുത്തെ സാധന സാമഗ്രികൾ തച്ചു തകർക്കുകയും ചെയ്തത് എന്തിന്റെ പേരിലാണ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ഫയലുകൾ രജിസ്റ്റർ ഒപ്പിടാതെ കേരള സർവകലാശാല നിൽക്കുന്നുവെന്ന്. കഴിഞ്ഞ സമരം നിരോധിച്ച VCയുടെ നിലപാടിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണോ നവാസ്? മുസ്ലിം യൂത്ത് ലീഗ്, MSF? 1% ഇത് ആദ്യമായിട്ടല്ല ശ്രീ അരുൺകുമാർ. ഇപ്പോ VC ഇറക്കിയിട്ടുള്ള ഈ സമര നിരോധനത്തിന് നോട്ടീസ് ഉണ്ടല്ലോ, അതിന് റെഫറൻസ് ആയി വെച്ച കോടതി വിധി ഉണ്ട്. ആ കോടതി വിധി 2011 എന്നാണ് എന്റെ ഓർമ്മ. ആ സമരം നയിച്ചത് ഞങ്ങളാ. ഗവർണർ വരുമ്പോ അവിടെ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഞങ്ങളാ. ഞങ്ങളുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ MSFന് അങ്ങനെ ഒരു ആരോപണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ നിലവിൽ കേരള സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഗവർണറായ ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ നിങ്ങൾ എവിടെയാണ്? ശരി, ഞാൻ തിരിച്ചൊരു ചോദ്യം അരുൺകുമാറോട് ചോദിക്കട്ടെ. എന്താണ് കാലിക്കറ്റ് സർവകലാശാലയിൽ സംഭവിക്കുന്നത്? അവിടെ എന്താ ഗവർണർ ചെയ്തത്? എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ? മൊത്തം സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അവിടെ നടക്കുമ്പോൾ അതിനെ തടയാൻ വൈസ് ചാൻസലർ ശ്രമിക്കുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. അതിനെ തുടർന്ന് ആ പ്രദേശം മുഴുവൻ സമരരഹിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ എന്റെ രണ്ടാമത്തെ ചോദ്യം അരുൺകുമാർ, എന്റെ മറ്റൊരു ചോദ്യം, മൊത്തം സർവകലാശാലയിൽ എന്താണ് നടക്കുന്നത്? VCയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ? അതെ, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും സംഘടിപ്പിക്കുകയാണ് പ്രതിഷേധം.
അവിടെയാണ് ഞാൻ പറഞ്ഞത് അരുൺകുമാർ, ഉന്നത മേഖലയിലെ കാവ്യവൽക്കരണമാണ് പ്രശ്നമെങ്കിൽ VC നിയമനമല്ല പ്രശ്നം. ദേശീയ വിദ്യാഭ്യാസ നയം എന്താ പറയാ അതാണ് ഗൗരവമായ പ്രശ്നം. എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്ന് പറയുന്ന VC RSSന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന VC ആണ്. സിസ തോമസും ശിവപ്രസാദും ഇങ്ങനെയുള്ള താൽക്കാലിക VC മാർ, ഇപ്പോൾ പുറത്തു പോകുന്ന VC മാരും RSSന്റെ ചട്ടുകങ്ങളായി നിൽക്കുന്ന VC മാരാണെന്നൊരു അഭിപ്രായം നിങ്ങൾക്കില്ലേ? 100%. ഞാനത് പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. കേരള സർവകലാശാലയിലെ VC RSSന്റെ ചട്ടുകമാണ് എന്ന പോലെ തന്നെ കേരളത്തിലെ VC മാരെ മൊത്തം ലിസ്റ്റ് എടുക്കൂ. ഞങ്ങൾ 12 VC മാരുടെ ലിസ്റ്റ് എടുത്തു, ഞാൻ ഇന്ന് എടുത്തു. അതിൽ കേരള സർവകലാശാല VC മാത്രമല്ല, കുഫോസിലെ VC ആരാണ്? കുഫോസിലെ VC CPMന്റെ അധ്യാപക സംഘടനയുടെ പ്രതിനിധിയാണ്. നിങ്ങൾ എടുത്ത് പരിശോധിച്ചു. അത് മാത്രമാണ് മലയാളം സർവകലാശാല അല്ല. എന്റെ ചോദ്യത്തിന് പൂർണ്ണമായി ഉത്തരം പറയാൻ അനുവദിക്കണം. നിങ്ങൾ ബിജുവിനെ കുറിച്ചാണ് നിങ്ങൾ നിയമിച്ച VCയെ പോലെ അല്ല. ഞാനത് പറയാൻ അറിയാത്ത പ്രശ്നമല്ല, അങ്ങ് പറയാൻ അനുവദിക്കാത്ത പ്രശ്നമാണ്. അല്ല, താങ്കൾ കുഫോസിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യം എനിക്ക് നേരിട്ട് അറിയില്ല. പക്ഷേ കുഫോസിലെ ഡോക്ടർ എണ്ണം പറഞ്ഞ മറൈൻ സയന്റിസ്റ്റുകളിലും ഈ പറയുന്ന അക്വാട്ടിക് ബയോളജി എക്സ്പെർട്ടിലെയും ഏറ്റവും മികച്ച ആളാണ് ഡോക്ടർ ബിജു. അക്കാര്യത്തിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? എനിക്ക് തർക്കമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറഞ്ഞത്. തെറ്റായ ഉദാഹരണം. ഞാൻ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ക്വാളിഫിക്കേഷൻ അല്ലേ VCക്ക് വേണ്ടത്? അല്ല, ഞാനത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. തെറ്റോ ശരിയോ താങ്കൾ തീരുമാനിക്കല്ലേ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അരുൺകുമാർ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞു തീർന്നാലല്ലേ പ്രേക്ഷകർക്ക് കേൾക്കാൻ കഴിയൂ. താങ്കൾ ഇടയിൽ കയറി പറഞ്ഞ പൂർണ്ണമാവില്ലല്ലോ. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. അപ്പൊ രാഷ്ട്രീയമായ പക്ഷപാതമുള്ള VC മാരെ നിയമിക്കുന്നത് സ്വാഭാവികമായി അതത് സർക്കാരുകൾ താല്പര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മുഴുവൻ സർവകലാശാല VC മാരും ഇടതുപക്ഷ പ്രതിനിധികളായാലും ഒരു സർവകലാശാല VC RSSകാരനായാൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഈ പ്രശ്നത്തിന് നിദാനമായ ഒരു കാര്യം ഇവിടെ ഇപ്പൊ നേരത്തെ എന്റെ BJPയുടെ സുഹൃത്തും CPM സുഹൃത്തും ഒക്കെ പറഞ്ഞല്ലോ, എനിക്ക് പറഞ്ഞത് കേൾക്കണം. അവിടെ ഈ പറയുന്ന ഭാരതാമ്മ എന്ന് പറയുന്ന ഒരു ചിത്രം, കാവിക്കൊടി പിടിച്ച ഒരു സ്ത്രീയുടെ ചിത്രം, അത് വെച്ച് സർവകലാശാലയുടെ സെനറ്റ് ആളുകൾ പരിപാടി നടത്തി. എന്റെ ചോദ്യമുണ്ട്, ആ പരിപാടിയിലെ ബാനർ എന്താണെന്ന് അറിയോ അരുൺകുമാറിന്? അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാർ. സർവകലാശാലയുടെ ആക്ടോ സ്റ്റാറ്റ്യൂട്ടോ വെച്ച് രാഷ്ട്രീയമായ മതപരമായ പരിപാടികൾക്ക്, കളറുകൾക്കല്ല, കൊടികൾക്കല്ല, അങ്ങനത്തെ ഒരു പരിപാടിക്ക് സർവകലാശാലയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോ അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിക്ക് ആരാണ് ആ ഹാള് വിട്ടുകൊടുത്തത്? അടിയന്തരാവസ്ഥയുടെ 50 വർഷം എന്നുള്ളത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ വിഷയമല്ല, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വിഷയമാണ്. കേരള സർവകലാശാല താങ്കൾക്ക് അറിയാമല്ലോ, രാഷ്ട്രീയ കക്ഷിയുടെ പരിപാടിയല്ല. അത് പിന്നീടാണ് അവിടെ ഒരു ഭാരതാംബയുടെ ചിത്രം കൊണ്ടുവയ്ക്കുന്നത്. അല്ലെന്നേ അല്ല, ഞാൻ പറയുന്നതല്ല. അരുൺകുമാർ എന്നെ പറയുന്ന മുഴുവനാക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്നത് RSSുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണല്ലോ നടത്തുന്നത്. അപ്പൊ അവിടെ അങ്ങനെ അവസരമേ കൊടുക്കാൻ പാടില്ല. എന്താ തർക്കമുള്ളത്? അത് VC ആയാലും മോഹൻ കുന്നുമൽ ആയാലും ശരി, രജിസ്ട്രാർ ആയാലും ശരി, ആ ഹോൾ പാടില്ല. ഇനി ഹോൾ വിട്ടുകൊടുത്തത് അറിയാതെയാണോ? നിരാകരിച്ചില്ല. അത് RSSന്റെ സംഘടനയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ. പക്ഷേ RSSന്റെ സംഘടനയാണെന്നുള്ളതിന് രേഖാമൂലം എന്ത് ഞാൻ ചോദിക്കുന്ന ഉത്തരവാദിത്തമുണ്ടോ? അരുൺ പറഞ്ഞാൽ പറയട്ടെ, VCക്ക് എന്തിന്? RSSന്റെ സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ച ഈ ശ്രീപത്മനാഭ സമിതി, സേവാ സമിതി എന്ന് പറയുന്ന സംഘടനയ്ക്ക് RSSുമായി ബന്ധമുണ്ടെന്ന് എന്ത് തെളിവാണ് നമുക്ക് ഹാജരാക്കാൻ കഴിയുക? RSSന് തന്നെ എന്ത് തെളിവാണ് നമുക്ക് ഹാജരാക്കാൻ കഴിയുക? പറയാത്തിടത്തോളം കാലം ഇന്ത്യയിൽ അങ്ങനെ ഒരു രേഖയില്ല RSSന്റെ കാര്യത്തിൽ. അല്ല, ഞാൻ പറയുന്നത് ആ ഹോൾ വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയെങ്കിൽ സംഘടനയെ കുറിച്ച് പഠിക്കേണ്ട ഉത്തരവാദിത്തം ഇവർക്കില്ല. ഏതെങ്കിലും സംഘടന ബന്ധപ്പെട്ട പരിപാടി നടത്തിയതിന് ചിത്രങ്ങൾ, പ്രസക്തമായ പോയിന്റുകൾ ഞാൻ എടുത്തു. പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർഗ്യുമെന്റ് തെറ്റായ ദിശയിലുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ RSSനുമായി ഈ സംഘടനയ്ക്ക് ബന്ധമുണ്ടോ ഒരു തെളിവ് നമ്മുടെ മുന്നിലില്ല. ഒരു സംഘടന ഒരു പരിപാടിക്ക് അപേക്ഷിക്കുന്നു, അത് അടിയന്തരാവസ്ഥയുടെ 50 വർഷം പ്രമാണിച്ച് ഇരകളായി നിഷേധിക്കും. ഞാനൊന്ന് പറയട്ടെ, അല്ല അങ്ങനെ പറഞ്ഞു പോകല്ലേ. ഈ സംഘടനയുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ ഫോട്ടോകളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നല്ലോ.
അതിൽ ഈ പറഞ്ഞ അറസ്റ്റുമായി ബന്ധമുള്ളതായി കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സംഘടന ഏതെങ്കിലും തട്ടിക്കൂട്ട് സംഘടന ഒരു ഹാൾ എന്ന് പറയുന്നത് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അല്ല, അത് ഈ സംഘടനയെ കുറിച്ച് പഠിക്കണമെന്നേ. പണി അല്ല, ഭാരതാംബയുടെ ചിത്രം വയ്ക്കാത്തിടത്തോളം കാലം ആ പരിപാടി ഈ സംഘടനക്ക് അരുൺകുമാർ, ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ, ഇപ്പോ ഈ സംഘടനക്ക് ആർഎസ്എസുമായി ബന്ധമുണ്ടെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമുണ്ടോ? ഇപ്പോ ഇല്ലല്ലോ. അല്ല, ഇപ്പോഴും ഇതിൽ ചോദ്യമാണ്. ഇനിയും ഇതേ സർവകലാശാലയിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടൊരു കത്തെഴുതിയാൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. കോടതിയിൽ പോയാൽ എന്തു പറഞ്ഞു മാറ്റിവെക്കും? നിങ്ങൾ പറയൂ. ഈ സംഘടനയ്ക്ക് ആർഎസ്എസുമായിട്ടുള്ള ഹാജരാക്കും. പഠിക്കാത്തതുകൊണ്ടാണ് കൊടുക്കേണ്ട കാര്യമില്ല. കോടതി പോയാൽ രാഷ്ട്രീയ കക്ഷിയല്ല. ഇനി മതപരമായിട്ടുള്ള ഇനി രാഷ്ട്രീയ കക്ഷി ആണെങ്കിലും അല്ലെങ്കിലും കോടതിക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ലെന്നേ. ഇത് സർക്കാരിന്റെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ പറയുന്ന ഹാള് കൊടുക്കേണ്ട തീരുമാനം കോടതിക്ക് ഇടപെടാൻ കഴിയില്ല. അതിന് മുൻപ് എനിക്ക് ചെറിയൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പ്രസക്തമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് മറുപടി ഇല്ല. നവാസിന് അധിക സമയം ഞാൻ നൽകിയിട്ടുണ്ട്. നവാസ്, എനിക്ക് അതിനുള്ള മറുപടി വേണം. അനിൽകുമാറിൽ നിന്ന് വേണം, ഒപ്പം BJP പ്രതിനിധിയിൽ നിന്ന് വേണം. ഞാൻ യുവരാജിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. യുവരാജ്, നേരത്തെ അനിൽകുമാർ ഉന്നയിച്ച ഒരു വലിയ ഗുരുതരമായ ആരോപണമുണ്ട്. ഗവർണറും VCയും മോഹൻ കുന്നുമലും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലാണ് കേരള സർവകലാശാല ഇപ്പോൾ സ്തംഭിക്കുന്ന നില കൈവന്നിട്ടുള്ളത് എന്നാണ്. ഈ സംഘടനയ്ക്ക് അനുമതി നൽകിയത്, അതിനെ തുടർന്ന് ഭാരതാംബ ചിത്രം വെച്ചത്, അതിനെ തുടർന്നുള്ള ഇടപെടലുകൾ, സിസ തോമസും ശിവപ്രസാദും ഒടുവിൽ തെറിക്കാനിടയായ സാഹചര്യത്തിൽ ഗവർണർ ഏകപക്ഷീയമായി നടത്തിയ ഇടപെടലുകൾ. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം നന്നാക്കാനുള്ള താല്പര്യമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പകരം ഇവിടെ നിന്ന് ഈ കുളമൊന്ന് കലക്കി ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയം നേട്ടമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഗവർണർ നിയോഗിച്ചിരിക്കുന്ന VCമാർ നമ്മുടെ സർവകലാശാലകളിലെ മുന്നമാരാണോ? അരുൺകുമാറെ, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗവർണർ ആർലേക്കർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം വഹിച്ചിരുന്നിട്ടുള്ള പൊസിഷൻ ലിസ്റ്റിൽ എല്ലായിടത്തും തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ അദ്ദേഹം അത്തരത്തിലൊരു സിസ്റ്റം ഫോളോ ചെയ്ത് വന്നിരുന്നു. അദ്ദേഹം വിശ്വസിക്കുന്ന പോലെ ഭാരതാംബയുടെ ഒരു ചിത്രം വയ്ക്കുക, അതിനകത്ത് പുഷ്പാർച്ചന നടത്തിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ എന്തെങ്കിലും ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് ഭാരതാംബയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ല. ഇത് ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആ ഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പരിപാടി നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ മുമ്പോട്ട് പോയതുപോലെ പോകുന്നു. രാജ്ഭവനിൽ പരിപാടി നടക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഓഫീസ് പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ മന്ത്രിമാർക്ക് ഉൾപ്പെടെ അതിനകത്ത് പങ്കെടുക്കുവാൻ വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുക, നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുക, അത്തരത്തിൽ അത് ഗവർണർ ചെയ്തോളൂ, നിങ്ങൾ അതിനകത്തേക്ക് വരണ്ട. ആ വരണ്ട എന്ന് പറഞ്ഞിരുന്ന ഇടത്ത് നിന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെ തലേ ദിവസം ഗോവിന്ദൻ മാസ്റ്റർ പൊട്ടിച്ച ഒരു സെൽഫ് ഗോൾ ഉണ്ടായിരുന്നല്ലോ, ആ സെൽഫ് ഗോളിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട്, അതായത് RSS ബന്ധം എന്ന് പറഞ്ഞ സെൽഫ് ഗോളിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് ഇതിനെ വലിയൊരു വിവാദവും വിഷയവുമാക്കി എടുത്ത് ഉയർത്തിയത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ്. അതാണ് ഗൂഢാലോചന. അതിൻ്റെ തുടർച്ചയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സെനറ്റ് ഹാളിലെ പ്രോഗ്രാം ഒരു സംഘടന അത് ബുക്ക് ചെയ്യുന്നു, അവിടെ നടത്തുന്നു. അവിടെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുകാരനെ എനിക്കറിയാലോ, ഇപ്പോൾ ശ്രീ O രാജഗോപാൽജിയുടെ 50-ാം വാർഷികം, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടി ഉൾപ്പെടെ അവിടെയാണ് നടത്തിയിട്ടുള്ളത്. അന്ന് പരമേശ്വർജി ജീവിച്ചിരിക്കുന്നതാണ്. പരമേശ്വർജിയുണ്ട്, CPM-ന്റെ പ്രതിനിധിയുണ്ട്, കോൺഗ്രസിൻ്റെ പ്രതിനിധി, എല്ലാവരും അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതിനകത്ത് നടത്തിയിരുന്നത്. അന്നൊന്നും ഈ പറയുന്ന പോലത്തെ വിഷയങ്ങളോ ഒന്നും തന്നെ ആരും അതിനകത്ത് കണ്ടിരുന്നതുമില്ല. നിലവിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ അനാവശ്യമായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നവരുടെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കുവാൻ വേണ്ടിയിട്ട് വലിയൊരു ശബ്ദം മറ്റൊരു വശത്തുണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ നോക്കൂ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിൽ നടന്നിരിക്കുന്ന ഒരു അഴിമതിയാണ്. രാവിലെ മുതൽ അതിനകത്ത് സമരമാണ് നടക്കുന്നത്. സ്വജനപക്ഷപാതവും കടുത്ത തരത്തിലുള്ള അഴിമതികളും സ്വന്തക്കാരെ നിയമിക്കലുമാണ്. ഒരു കൗൺസിലർ ഉൾപ്പെടുന്ന യോഗം ഇന്റർവ്യൂ നടത്തിയിട്ട് അതേ കൗൺസിലറെ തന്നെ അവിടെ നിയമിച്ചിട്ട് പോകുന്നു. അതായത് ടൈം കഴിയാൻ ബോർഡിൽ ഇനി ആകെ 3 മാസം കൂടിയുള്ള ആ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവനവനെ തന്നെ സ്വയം ഇന്റർവ്യൂ നടത്തി നിയമിച്ചിട്ട് പോകുന്ന തലത്തിലേക്കുള്ള അഴിമതികളും സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് വലിയ സമരം നടക്കുമ്പോൾ അവിടേക്കൊന്നും നമ്മളില്ല. കാരണം പ്രശ്നങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. കോടതിയിൽ പോയത് കൊണ്ടാണ് നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വന്നത്. കേരളത്തിലെ 2 സർവകലാശാലകളിലെ താൽക്കാലിക VCമാരുടെ നിയമനം
ഗവർണർ നടത്തിയ ഏകപക്ഷീയ നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുക. അതല്ലേ ഇന്നത്തെ വാർത്ത? അല്ല, അത് ഇന്നിപ്പോ നോക്കൂ, ഈ ചർച്ച എന്നെ വിളിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു കോടതി വിധി വന്നിട്ടില്ല എന്നുള്ള കാര്യം അങ്ങേക്കും ബോധ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇവിടെ ചർച്ച നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ്. മോഹൻ കുന്നുമേൽ പകരം വരുന്നത് ഒരു സിസ തോമസ്, ശിവപ്രസാദ്, ഇവരെയൊക്കെ തെരഞ്ഞുപിടിക്കാനുള്ള ഈ RSSന്റെ ബുദ്ധി അത് അപാരം തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിക്കുക, സർവകലാശാലകളിലെ അക്കാദമിക് പ്രവർത്തനത്തെ തെരഞ്ഞുപിടിച്ചത് ആരും കുമാറേ അല്ല, അരുൺകുമാർ, ഇതിനകത്ത് RSS തെരഞ്ഞുപിടിച്ചത് RSS ആണ് ഇവരെയൊക്കെ നിയമിച്ചിരിക്കുന്നത്, ഗവർണറല്ലേ അവരെയൊക്കെ നിയമിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ നോക്കട്ടെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അരുൺകുമാർ, അവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ കുറെ നാളുകളായിട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ പോരാടുകയാണ്. ഈ സേവ് കേരള യൂണിവേഴ്സിറ്റി ഫോറത്തിനകത്ത് നിങ്ങൾക്ക് എത്ര RSSകാരെ കാണാൻ സാധിക്കുക? അവരെല്ലാവരും ഈ വിഷയത്തിൽ അരുൺകുമാർ, ഞാൻ ഈ വിഷയം ഒന്ന് അരുണ, നിങ്ങൾ അവരെ രണ്ടുപേരും പറയുമ്പോൾ ക്ഷമയോടുകൂടി കേൾക്കുകയല്ലേ. ഞാൻ പറയുമ്പോൾ മാത്രം ഇങ്ങനെ ബഹളം വെക്കാതെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു തീർത്തോട്ടെ. ഈ സേവ് കേരള യൂണിവേഴ്സിറ്റി ഫോറത്തിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞാൻ മനസ്സിലാക്കുന്ന ബഹുഭൂരിപക്ഷം അതിനകത്ത് UDFകാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണുള്ളത്. അവർ UDFകാരോ കോൺഗ്രസ്സുകാരായതുകൊണ്ട് മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ശശികുമാർ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അത് യൂണിവേഴ്സിറ്റി നന്നാവണമെന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതാണ്. അവർ ഭാരതാംബ വിഷയത്തിൽ ഗവർണർക്കൊപ്പം ആയിരിക്കില്ല, അത്തരത്തിലൊരു വിഷയം അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. പക്ഷേ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് അവരുൾപ്പെടെയുള്ള ആൾക്കാർ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നെക്കാളും കൂടുതൽ അവരെയൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ കാവ്യവൽക്കരണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൽക്കരണമെന്നും പറഞ്ഞ് രാഷ്ട്രീയവൽക്കരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് മറുവശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചുവപ്പ് വൽക്കരണത്തിനുള്ള വഴി തുറന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ഫോറം അടക്കമുള്ള സംഘടനകൾക്ക് ഈ പറയുന്ന ഗവർണറുടെ നിലപാടുകളോട് വിയോജിപ്പില്ല ഈ പറയുന്ന കാര്യങ്ങളിലെങ്കിലും. അപ്പോൾ സർവകലാശാലയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്നത് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നവാസിന്റെ ചോദ്യം, നിങ്ങൾ ചുവപ്പ് ജേഴ്സിക്കാരും കാവ്യ ജേഴ്സിക്കാരും തമ്മിൽ കളിക്കുന്നതിന് UDF എന്ത് പിഴച്ചു? യഥാർത്ഥത്തിൽ ഇതൊരു സർക്കാർ സ്പോൺസേഡ് കളി അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, കേരളത്തിലെ സർവകലാശാലകൾ NIRF റാങ്കിൽ എത്ര സ്ഥാനം നിൽക്കുന്നു ഈ രണ്ട് ചേട്ടന്മാരും പറയുമോ? മഹാത്മാഗാന്ധി സർവകലാശാല, കേരള സർവകലാശാല, കുസാറ്റ്. കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം എത്ര സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു? ഞാൻ പറയട്ടെ എത്ര സീറ്റുകളാണ് ഈ വർഷം ഒഴിഞ്ഞു കിടക്കുന്നത്? നമ്മുടെ ചർച്ചയിൽ യുവരാജ് അതിന് മറുപടി അനിൽകുമാർ പറയും. അനിൽ പറഞ്ഞോളൂ, തുടർന്നോളൂ. ഇനി യുവരാജ് അല്ലല്ല, ഞാൻ ഈ ചർച്ചയിൽ മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാൻ ഈ ചർച്ച മിണ്ടാതിരിക്കുകയായിരുന്നു. ഇവിടെ വന്നതിന് മറുപടി പറയുക തന്നെ ചെയ്യും. 9, 10, 11 കേരളത്തിലെ സർവകലാശാലകളുടെ റാങ്കിങ് എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടോ? ഇനി ഡിജിറ്റൽ സർവകലാശാലയിൽ പുതിയ കുട്ടികൾ പുറത്തിറങ്ങി, പഠിച്ച കുട്ടികൾ 63 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് AIക്കകത്ത് പുതിയ നിയമനം കിട്ടിയിരിക്കുന്നു മുഴുവൻ പേർക്കും. ഒരാഴ്ച മുമ്പത്തെ വാർത്തയാണ്. കേരളത്തിലെ സർവകലാശാലകൾ മാറുകയാണ് കേട്ടോ. ആ മാറുന്ന സർവകലാശാലകൾ ഇന്ത്യ രാജ്യത്ത് മുമ്പിൽ തന്നെ വരികയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ്. അവിടെയാണ് കുളവാക്കാൻ വന്നിരിക്കുന്നത് സിസ തോമസുമായിട്ട്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രകൃതി പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുക്കള ചെന്ന് ഞങ്ങളുടെ ഒരാളെ സെനറ്റ് വെക്കണമെന്ന് എഴുതി കൊടുത്ത് മുസ്ലിം ലീഗല്ലേ? MSNന്റെ പ്രകൃതിയും ലീഗിൻ്റെ പ്രകൃതിയും കോൺഗ്രസിൻ്റെ പ്രകൃതിയും എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലിസ്റ്റിൽ കാലിക്കറ്റ് സർവകലാശാലയിലും കേരള സർവകലാശാലയിലും പ്രതിനിധികളായിട്ട് കയറുന്നത്? അങ്ങനെ നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചെലവിൽ നിയമനം നേടിയിട്ട് വേണം, നോമിനേഷൻ കിട്ടിയിട്ട് വേണം നിങ്ങൾ കാവിക്കെതിരായിട്ട് സമരം നടത്താൻ. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് 2018 മോദി കൊണ്ടുവന്ന ആ UGCയുടെ നിയമം നടപ്പാക്കി കൊടുക്കണം. നിയമത്തിൽ എന്താ പറയണമെന്നറിയാമോ? UGCയുടെ ഒരു പ്രതിനിധി ഇങ്ങോട്ട് വരും, എന്നിട്ടോ ആ നിയമപ്രകാരം കേരളത്തിലെ BCമാരെല്ലാം നിയമിച്ചോണം. അപ്പോൾ ചാൻസലർ അദ്ദേഹം RSSകാരനാണ്, അദ്ദേഹത്തിൻ്റെ നോമിനിയെ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ട് തരും. 2 പേരെ കിട്ടിയ പിന്നെ സിൻഡിക്കേറ്റ് പ്രതിനിധിക്ക് വോയിസ് ഇല്ല. എല്ലാ RSSൻ്റെ സർവകലാശാല BCമാർ സൗകര്യപ്പെടില്ല എന്ന് കേരളം പറഞ്ഞു. 2018 UGC നിയമ ഭേദഗതി സർവകലാശാലകൾക്ക് മേലെ അടിച്ചേൽപ്പിക്കാനുള്ള നടപടിക്കെതിരായ യുദ്ധമാണ് കേരളം നടത്തുന്നത്. ആ യുദ്ധത്തിൽ കേരളത്തിൽ LDF ജയിച്ച ദിവസമാണെന്ന്.
ആ ജയിച്ച ദിവസം ഇതെല്ലാം വർത്തമാനം പറയുക. എന്നിട്ട് എന്താ പറയുക? അയ്യോ രാജേഷിൻ്റെ ഭാര്യയ്ക്ക് നിയമനം കിട്ടാനാണ്. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത്? രാജേഷിൻ്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ കേസ് എന്തായി? ഹൈക്കോടതിയിലെ വിധി എന്തായി? നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങൾ കുറേ ആളുകൾ ഒരു ചർച്ച വന്നിട്ട് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ അപമാനിക്കുക, കുടുംബാംഗങ്ങളെ അപമാനിക്കുക, ആക്രമിക്കുക, യഥാർത്ഥ പക്ഷത്ത് നിന്ന് വഴിതിരിച്ച് വിടുക. 2018 UGC ഭേദഗതിയിൽ സർവകലാശാല VC നിയമനത്തിൽ UGC പ്രതിനിധി മാത്രമല്ല വന്നിരിക്കുന്നത്. സെർച്ച് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അതിൽ ചാൻസലറുടെ നോമിനി എന്ന് പറയുന്ന RSകാരൻ വരും. ആ സമയം തരാം അങ്ങോട്ട്. RSSകാരൻ വരും. അത് വരാതിരിക്കാൻ ഞങ്ങൾ പറയണത് എന്താണ്? ഒരു ചാൻസലർക്കും അല്ലെങ്കിൽ ഗവർണർക്കും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആളെ വെക്കാൻ പറ്റത്തില്ല സെർച്ച് കമ്മിറ്റിയിലേക്ക്. സർക്കാർ വഴി വേണം. നിങ്ങൾ പറയുന്നത് സർക്കാർ വഴി വേണ്ട, RSകാരനെ വെച്ചോട്ടെ. ഇപ്പോൾ കോൺഗ്രസ് എന്താ പറയണത്? RSSകാരെ വെക്കണം. കോൺഗ്രസ് എന്താ പറയണത്? ലീഗ് എന്താ പറയണത്? UGC RSനെ വെക്കും, ചാൻസലർ RSകാരനെ വെക്കും, സിൻഡിക്കേറ്റുകാരെ ഏതെങ്കിലും ഒരാൾ ചുവപ്പിൻ്റെ പകുതിയെ വെച്ചോളൂല്ലോ. അപ്പോൾ കാവ് വരട്ടെ, ഞങ്ങളുടെ ആളുകൾ സിൻഡിക്കേറ്റും സെറ്റിലും കയറിക്കോളാം നക്കാപ്പിച്ച് വാങ്ങിച്ചിട്ട് ഈ പണിയായിട്ട് നടക്കുന്ന മുസ്ലിം ലീഗാ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ? നിങ്ങൾ ആ കൊടി അലക്കാൻ കൊടുക്ക്, എന്നിട്ട് അത് കാവ്യാവോ നോക്ക്. അല്ല ഭാരതാമ്മയുടെ കൊടി നിങ്ങൾ നാണം കെട്ട നിലയ്ക്ക് ഇവിടെ വർത്താനം പറഞ്ഞാൽ കേരള സർവകലാശാലയിലെ ഞാൻ ചോദിച്ച ചോദ്യം മോഹൻ കുന്നുമേലാണോ രജിസ്ട്രാറാണോ? ഞാൻ ചോദിച്ചത് മോഹൻ കുന്നുമേലാണോ രജിസ്ട്രാറാണോ? നിങ്ങൾക്ക് രണ്ടെണ്ണം ഇല്ല. മോഹൻ കുന്നുമേലും രജിസ്ട്രാറും അനുവാദം കൊടുത്തിട്ടില്ല. മോഹൻ കുന്നുമേല അനുവാദം കൊടുത്തത്. അവിടെ ഭാരതാമ്മയുടെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയുടെ ചിത്രമായിട്ട് വന്നത് ആ ഗവർണർ കൊണ്ടിരുന്നത് മോഹൻ കുന്നുമേലിൻ്റെ ഉത്തരവിൻ്റെ മേലെയാണ്. അത് VCയുടെ ഉത്തരവാണ്. ആ ഉത്തരവ് നടപ്പാക്കാൻ രജിസ്ട്രാർ നിർബന്ധിതമായി. അപ്പം രജിസ്ട്രാർ വ്യവസ്ഥ വെച്ചു, ഇതുപോലുള്ള കൊസ്രാക്കൊള്ളി ഒപ്പിച്ചാൽ ഇവിടെ പറ്റത്തില്ല. അത് ഞാനിവിടെ പറഞ്ഞതാണല്ലോ. അപ്പം നിങ്ങൾ മോഹൻ കുന്നുമേലിനെതിരെ ഒരു വാക്ക് പറഞ്ഞോ? മുസ്ലിം ലീഗ് മോഹൻ കുന്നുമേലിനെതിരെ ഒരു വാക്ക് പറഞ്ഞോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എതിരാണ് മോഹൻ കുന്നുമേലിനെ പേടിക്കുന്നത്. അവരുടെ ഓചാരത്തിൽ നിങ്ങളുടെ സെനറ്റിൽ ആൾ കയറ്റിയിട്ടുണ്ട്. അവരുടെ ഓചാരത്തിൽ സെനറ്റിൽ ആളെ കയറ്റി MSF. ആ MSFകാരന് മിണ്ടാൻ അവകാശമില്ല. അതുകൊണ്ട് RSS MSF എല്ലാം ഒരുപോലെ. അവിടെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാം, കേരളത്തിലെ ഒരു സർവകലാശാലയും പിന്നില്ല ഇന്ത്യയിലെ സർവകലാശാലകളിൽ. പറയട്ടെ, മുന്നോട്ട് നമ്മളൊരു 3 മിനിറ്റ് സമയം പരിമിതി ഉണ്ടെന്ന് പറയരുത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്ക് ആവശ്യം സമയം തരണമെന്ന്. നവാസ്, ഒരു നിമിഷം. ഈ ചർച്ചയിൽ ഞാൻ അനുവദിക്കും. കുളം തോണ്ടാനോ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഈ കളികൾ എന്നുള്ളതാണ് ചോദ്യം. നവാസിലേക്ക്. നവാസ്, മറുപടി. ഒന്ന് ശ്രീ അഡ്വക്കേറ്റ് അരുൺകുമാർ, അനിൽകുമാർ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട്. ഈ കേരളത്തിൻ്റെ ഗവർണർ MSFന് സെനറ്റ് മെമ്പർ തന്ത്രേ ഇത്തിരി അല്പ ഉളുപ്പും ആ ലെറ്റർ ഒന്ന് വായിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ താങ്കൾ ഇത് പറയില്ല. ഞാൻ ഡോക്ടർ അരുൺകുമാറിന്റെ വാട്സപ്പിലേക്ക് ആ ഗവർണറുടെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ സെനറ്റ് മെമ്പർമാരെ തെരഞ്ഞെടുത്ത് ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. 4 വിദ്യാർത്ഥി സംഘടന പ്രതിനിധികളാ ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അതിലുള്ളത്. 4 പേർ, അത് 2 പേർ ABUP-കാരാ, അവരെ മാറ്റി നിർത്ത്. ബാക്കി 2 പേരുടെ പേര് ഞാൻ പറഞ്ഞിട്ടെ. കാലിക്കറ്റ് സർവകലാശാലയിൽ ഒന്ന് അനുഷ KK, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞാൻ പഠിച്ച ക്യാമ്പസാ. ആ ക്യാമ്പസിന്റെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അനുഷ KK SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗ. പോയി ചോദിക്കണം. അത് തൊക്കിൽ വെച്ചിട്ടാ MSFന്റെ പ്രതിനിധി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു പ്രതിനിധി അതിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാ. 2ാമത്തെ അംഗമുണ്ട് എന്ന് വെച്ചാൽ 4 രണ്ടാമത്തെ ആൾ ആരാന്നറിയോ? സിയാന, മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ SFIയുടെ സെനറ്റ് മെമ്പറാ. ഇനി താങ്കൾക്ക് വിശ്വാസം ഇല്ലെങ്കിലേ SFIയുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് പരിശോധിക്ക്. ഇപ്പോഴും ഉണ്ട്, അതെടുത്ത് പരിശോധിക്ക്. നിങ്ങളുടെ 2 പേർ ഈ പറഞ്ഞ ഗവർണറുടെ രാജ്ഭവനിൽ നിന്ന് ഉളുപ്പില്ലാതെ കിട്ടിയ എച്ചിൽ കഷ്ടം പോലെ സെനറ്റ് അംഗങ്ങളായി 1 കൊല്ലം അത് കൊണ്ടു നടന്നത് MSF അല്ല ശ്രീ അനിൽകുമാർ, SFI ആണ്. താങ്കൾ കണ്ണട വെച്ചിട്ട് അത് വായിക്കാൻ പറ്റുന്നത് വായിക്കണം. ഞാൻ ഡോക്ടർ അരുൺകുമാറിന് ആ ലെറ്റർ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഉളുപ്പില്ലായ്മ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഉളുപ്പില്ലായ്മ കളവ് പറഞ്ഞിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പേരിലല്ല, അത് കൊണ്ടു നടന്നത് നിങ്ങളാ. 1 വർഷക്കാലം കൊണ്ട് ഇനിയിപ്പോ സർവകലാശാലയുടെ ഞാൻ വെല്ലുവിളിക്കാം താങ്കളെ. പരിശോധിക്ക്. പ്രതിനിധിയായിട്ട് മലയാളം സെനറ്റ് മെമ്പറായ ആളാ. രണ്ടാമത്തെ പ്രതിനിധി ഗവൺമെന്റ് കോളേജ് SFIയുടെ പ്രതിനിധി ചർച്ച എന്ന് പറയല്ല. കാവ്യാകുന്ന കൊടി അത് കേരളത്തിൽ പറഞ്ഞല്ലോ കൊടിയാന്ന്. ഇവിടെ വന്നിരുന്നിട്ട് നേരത്തെ മെക്കെട്ട് കയറാണോ? ഈ പറയുന്ന
അധികാരമുള്ള സമയത്ത് എച്ചിലിന് വേണ്ടി നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയാണ് ഇനി സർവകലാശാലയുടെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഒന്നും ഡോക്ടർ അരുൺകുമാർ ഒന്ന് സൈലന്റ് ആവാൻ വേണ്ടി പറ. അല്ലല്ല, ഒരു നിമിഷം നവാസ്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരു മറുപടി. ഒരു മിനിറ്റ്, താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട് അനിൽകുമാർ. നവാസ് അവസാന സമയത്ത് സമയം തരും. താങ്കൾ അവസാന നിമിഷം ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. SFIയുടെ പ്രതിനിധികളായിരുന്നവർ ഗവർണറുടെ ലിസ്റ്റിൽപ്പെട്ട് അവിടെ ഒരു വർഷം സേവനം പൂർത്തിയാക്കി എന്നാണ് നവാസിന്റെ ആരോപണം. അനിൽകുമാർ അത് അംഗീകരിക്കുന്നുണ്ടോ? ചാൻസ് അതാണ് ഞാൻ പറയുന്നത്. ഒരു സർവകലാശാലയിൽ ഏറ്റവും അക്കാഡമിക് യോഗ്യതയുള്ളവർക്ക് സർക്കാർ പ്രപ്പോസൽ കൊടുക്കും, VC പ്രപ്പോസൽ കൊടുക്കും. അങ്ങനെ പ്രപ്പോസൽ കൊടുത്ത വിദ്യാർത്ഥികളെ എടുത്തില്ല ഗവർണർ. അതിന് ഹൈക്കോടതി കേസ് വന്നു. കേസ് വന്നപ്പോൾ മെറിറ്റ് ഉള്ളവരെ എടുക്കാൻ ഹൈക്കോടതി കേട്ടില്ലേ? അത് പ്രകാരം മെറിറ്റ് ഉള്ളവർ കയറിയത് SFIക്കാരായി പോയി. എന്നാ കാണിക്കാനാ? അതേസമയം ഞാൻ പറയട്ടെ കെ സുധാകരൻ എന്താ ഞങ്ങളുടെ പിള്ളേര് കോൺഗ്രസിന്റെ പ്രകൃതി ഞാൻ പറയാം. ലീഗിന്റെ പ്രകൃതി ഞാൻ പറയട്ടെ. ഞാനല്ലേ പറയണത്. ഞാൻ പറയട്ടെ. നിങ്ങൾ സംസാരിക്കാൻ ഞാൻ പറയാം. മറുപടി പറയട്ടെ. തിരിച്ചു നവാസിലേക്ക് പറയൂ. അങ്ങനെ താങ്കൾ പറയുന്ന പോലെ എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി കൃത്യമായ മറുപടി ഉണ്ട്. അതായത് കൃത്യമാണ്. അതായത് കാലിക്കട്ട് സർവകലാശാലയിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതിനിധികൾ സെനറ്റ് മെമ്പർമാരായി. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ KPC പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ ആളുകളെ നിയമിച്ചത് ഞങ്ങൾ സ്വീകരിക്കും. ഇത് KPC പ്രസിഡന്റ് കെ സുധാകരന്റെ വാചകമാണ്. SFIയുടെ പ്രതിനിധികളായത് എങ്ങനെ? ചോദ്യം പേര് VC കൊടുക്കും. VC കൊടുത്ത ലിസ്റ്റിലില്ലാതെ ഞാൻ പറയട്ടെ ഞാൻ പറയാം. പച്ച നുണ പറയുമ്പോൾ കേട്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ കളവാ പറയണത്. VC കൊടുത്ത ലിസ്റ്റിലില്ലാതെ കോൺഗ്രസിന്റെ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യഥാർത്ഥത്തിൽ കേരള സർവകലാശാല നിൽക്കട്ടെ. ലീഗിന്റെ ലീഗിന്റെ അധ്യാപക ഞാൻ പറയാം. ലീഗിന്റെ അധ്യാപക സംഘടനമാരുണ്ട്. SFIയുടെ പഴയ പ്രസിഡന്റ് അധ്യാപക സംഘടനാ പ്രതിനിധി കയറിയോ? അല്ല, എനിക്കൊരു കാര്യം സംഘടനാ പ്രതിനിധികൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിലെ 29/11/2023 ഇലക്ഷൻ പ്രകാരമുള്ള നോട്ടിഫിക്കേഷനിൽ വിദ്യാർത്ഥികളുടെ പേരായിട്ട് പറയുന്നത് 4 പേരാണ്. ഒന്ന് സ്നേഹ സി നായർ, മറ്റൊന്ന് അശ്വിൻ രാജ്, മറ്റൊരാൾ സിയാന MM, മറ്റൊന്ന് അനുഷ KK. ഈ 4 പേരാണ് വിദ്യാർത്ഥികളായിട്ടുള്ളത്. ഇവർ ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഉള്ള കുട്ടികളായിട്ട് വന്നവരാണ്. ഈ 4 പേരിൽ അനിൽകുമാറിന് ആക്ഷേപമുണ്ടോ? ഇതിൽ MSFന്റെ വിദ്യാർത്ഥി ഇല്ല എന്നാണ് നവാസ് പറയുന്നത്. യെസ്, ഞാൻ കൃത്യമായിട്ട് പറയാം. കാലിക്കട്ട് സർവകലാശാലയിൽ സംഭവിച്ച ഒന്ന്, കേരള സർവകലാശാലയിൽ സംഭവിച്ച വേറൊന്ന്. കേരള സർവകലാശാലയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ പ്രതിനിധികളെ ലിസ്റ്റിൽ നിന്നുള്ളവരെ ഒഴിവാക്കിയിട്ട് AVPക്കാരെ കയറ്റി. ഞാൻ പറയട്ടെ സാർ, ഇതേ ഒരു കാര്യം ഞാൻ പറയാം. അന്തസ് കാണിക്കണം.
ഒരു നിമിഷം പറഞ്ഞു തീർക്കട്ടെ അദ്ദേഹം നമ്മൾ ചോദിച്ച ചോദ്യമല്ലേ, മറുപടി കേൾക്കൂ. ഹൈക്കോടതിയിൽ കേസ് വന്നു. ആ കേസിൽ ഹൈക്കോടതി വിധിച്ചു അവരെ എടുക്കണം. കാലിക്കറ്റിൽ എന്ത് സംഭവിച്ചു? കാലിക്കറ്റ് സംഭവിച്ചത് BC കൊടുത്ത പട്ടികയിൽ നിന്നാണ് എടുക്കേണ്ടത്. BC കൊടുത്ത പട്ടികയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിൽ SFI കുട്ടികളുടെ പേരുണ്ട്. അതിലില്ലാത്ത ABP-കാരുടെ പേര് ഗവർണർ തിരികെ കയറ്റി. അതോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യാപക സംഘടനാ പ്രകൃതി എങ്ങനെയാണ് BC-യുടെ പട്ടികയിലില്ലാതെ ഗവർണർ പട്ടികയിൽ വന്നത്? കോൺഗ്രസിൻ്റെ സംഘടനാ പ്രകൃതി എങ്ങനെയാണ് BC-യുടെ പട്ടികയിലില്ലാതെ സർക്കാർ കൊടുക്കാതെ കോൺഗ്രസിന്റെ പട്ടികയിലെ പ്രകൃതി ഇതാണ് യാഥാർത്ഥ്യം. കബളിപ്പിക്കരുത് ആളുകൾ. ഞാനൊന്ന് പറയട്ടെ. ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ മറ്റേ മലയാള സിനിമ പറഞ്ഞ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. ആദ്യം ഒന്ന് ഉറച്ചു നിന്നാലേ നമുക്കൊരു കാര്യം തീരുമാനമാക്കാൻ പറ്റും. താങ്കൾ ഒന്ന് പറയുമ്പോൾ ഞാൻ ഉത്തരം കണ്ടെത്തുമ്പോൾ കാര്യം ഗവർണർ കൊടുത്ത ലിസ്റ്റിൽ ഈ കുട്ടികൾ ഇല്ല. സമയമേ എനിക്കുള്ളൂ. അനിൽകുമാർ ദയവ് ചെയ്ത് നവാസ് പറയുന്നത് നവാസ് പറയൂ. അല്ല, താങ്കളൊന്നും മിണ്ടാതിരുന്ന തൽക്കാലം എനിക്കിവിടെ പറയാം. ഇനി താങ്കൾ ഇപ്പോൾ പറഞ്ഞ എന്താണ്? 4 വിദ്യാർത്ഥികളുടെ പേര് വന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉള്ള 4 വിദ്യാർത്ഥികളെ സെനറ്റ് അംഗങ്ങളാക്കി. അത് സ്വീകരിക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തോ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളോട് പേര് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേര് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്ന് എഴുതി വെക്കുന്നേ ഉള്ളൂ. ഏത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ? രാഷ്ട്രീയമായ വീതം വെപ്പ് നടക്കുന്നു. ഞങ്ങൾ അന്ന് പ്രതിഷേധിച്ച ആളുകളാ. നിങ്ങൾ ആർക്കീവ്സ് എടുത്ത് പരിശോധിക്ക്. കാലിക്കറ്റ് സർവകലാശാല സമരം ചെയ്ത ആളുകളാണ് ഞങ്ങൾ. സെനറ്റിനകത്തും പുറത്തും സമരം ചെയ്ത. കാരണം ഞങ്ങൾക്ക് ജയിച്ചു വന്ന 4 സെനറ്റർമാരുണ്ട്. ഞങ്ങൾക്കത് മതി. രാജ്ഭവനിൽ RSSകാരന്റെ തിണ്ണനിറങ്ങിയിട്ട് കിട്ടുന്ന എച്ചിൽ കഷ്ടത്തിന്റെ സെനറ്റർമാർ ഞങ്ങൾക്ക് വേണ്ടെന്നേ. താങ്കൾ പറഞ്ഞത് MSFന്റെ പ്രതിനിധി ഉണ്ടെന്നാ. ഞാൻ MSFന്റെ സംസ്ഥാന പ്രസിഡന്റാ. ഞങ്ങൾ 4 വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ ഉണ്ടാകുമ്പോൾ 2 ABP-യും 2 SFI തമ്മിൽ നിങ്ങൾ 50-50 റേഷ്യോയിൽ ഓരി വെച്ചെടുത്തതാ. അന്ന് പിണറായി വിജയനും അന്നത്തെ ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ ചങ്ങാതിമാരായിരുന്നു. ഇപ്പൊ നിങ്ങൾ തെറ്റിയപ്പോ പരസ്പരം വിളിച്ചു പറയല്ലേ. അടിവറയിട്ട് ഞാൻ പറയുന്ന അരുൺകുമാർ, MSF എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധിയായി RSSകാരന്റെ എച്ചിൽ കഷ്ണം വാങ്ങിയിട്ട് ഒരാളും സെനറ്റിലില്ല. ഇദ്ദേഹം പച്ച കളവ് പറയാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ MSFന്റെ പ്രസിഡന്റ് സ്ഥാനം പാർട്ടി അനുവാദം വാങ്ങി രാജിവെക്കാൻ ഞാൻ തയ്യാറാണ്. ഏത് ലിസ്റ്റിലാണുള്ളത്? മുസ്ലിം ലീഗിനില്ലേ? നമുക്ക് തൽക്കാലം കൂടി അവസാനിപ്പിക്കാം. അത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച തുടരാം. അത് മറ്റു വേദികളിൽ തുടരട്ടെ. നിങ്ങൾ രണ്ടുപേരും ഉന്നയിച്ച വാദങ്ങൾ മുന്നിലുണ്ട്. കേരള സർവകലാശാലയുടെ കാര്യത്തിൽ തിരിച്ചടിയായി. പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യത്തിൽ അത് അംഗീകരിക്കുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതിൽ MSFന്റെ ഇതില്ലായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. കേരള സർവകലാശാലയിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകരുണ്ടായിരുന്നുവെന്ന് പറയുന്നു. ആ സമയത്ത് സുധാകരൻ പറഞ്ഞതിനെക്കുറിച്ചും അനിൽകുമാർ പറയുന്നു. പൊതുജനസമക്ഷം തെളിവുകളുണ്ട്. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി അനിൽകുമാർ, നന്ദി നവാസ്, നന്ദി യുവരാജ് ഗോകുൽ. Debate with Dr. Arun Kumar.